തിരുവനന്തപുരം പേരൂർക്കടയിലെ മാല മോഷണ കേസ് നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. മോഷണം പോയ മാല വീടിന് പുറത്തുള്ള മാലിന്യ കൂനയിൽ നിന്നാണ് കിട്ടിയത് എന്നായിരുന്നു പോലീസിന്റെ കള്ളക്കഥ. എന്നാൽ മറവി പ്രശ്നമുള്ള വീട്ടുടമ വീട്ടിനുള്ളിൽ തന്നെ മാല വച്ചെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി. താൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് തെളിഞ്ഞുവെന്ന് ബിന്ദു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. എങ്കിലും ആ സ്റ്റേഷനിൽ അനുഭവിച്ച ഒരു വേദന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആദ്യ ദിവസം മുതൽ തന്നെ ബിന്ദു പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, താൻ മാല എടുത്തിട്ടില്ല, മോഷണം നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്താണ് രണ്ട് പെൺമക്കൾ അടക്കുന്ന തന്റെ കുടുംബത്തെ നോക്കുന്നത് എന്നുള്ള ഒരു കാര്യം ബിന്ദു പലതവണ ആവർത്തിച്ചാണ്. പക്ഷെ അത് വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് സാധിക്കാത്തതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി പറയപ്പെടുന്നത്. മാല കിട്ടിയെന്ന് ഓമന ഡാനിയേൽ വന്ന് പറഞ്ഞിട്ടും ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. പ്രസന്നനും പ്രസാദും അവിടെയുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും. ഒരു ഫോണ് SIയുടെ കയ്യിലിരിക്കുകയായിരുന്നു. അത് കുറേ പ്രാവശ്യം ചോദിച്ച ശേഷമാണ് എനിക്ക് ഫോണ് തന്നത്. അതിനുശേഷമാണ് ഫോൺ കൈമാറിയെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചതിന് ശേഷം എൻ്റെ നാത്തൂനും ഭർത്താവും മക്കളും എല്ലാവരും എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മാല കാണാതെ പോയി എന്ന് മാത്രമാണ് ഓമന ഡാനിയേൽ അന്ന് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ ഒരു തെളിവെടുപ്പ് നടത്താതെയാണ് ബിന്ദുവിനെ പോലീസ് നേരിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് ബിന്ദുവിനെ ഈ രണ്ട് പെൺമക്കൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്തുന്നത്. ആ സമയം പോലും പോലീസ് ഈ രണ്ട് പെൺമക്കളോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ അമ്മ കള്ളിയാണ്, മോഷണം നടത്തിയത് കൊണ്ട് ഇവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നതെന്നാണ് പോലീസ് ആ സമയം പോലും ഈ രണ്ട് പെൺകുട്ടികളോടും പറഞ്ഞത്. കുഞ്ഞുങ്ങൾ പറഞ്ഞു, എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചു പോലീസിനോട്. പക്ഷേ അത് പോലീസാണ് കാര്യം പറ്റി അവർക്ക് അറിയില്ലായിരുന്നു. യൂണിഫോമത്തിലല്ല വന്ന സാധാ ഡ്രസ്സിലാണ് അവർ വന്നത്. അതുകൊണ്ട് പോലീസാണ് പറ്റി എൻ്റെ ചേട്ടനും അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മോള് പ്രതികരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അത് പോലീസാണ്, എൻ്റെ അമ്മ മോഷ്ടിക്കില്ല എന്ന് പോലീസിനോട് ഉറച്ച് സംസാരിച്ചു. പേരൂർക്കട പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം വലിയ പീഡനങ്ങൾക്കാണ് ബിന്ദു ഇരയാകേണ്ടി വന്നത്. ഒരു രാത്രി മുഴുവൻ ആ പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന് കഴിയേണ്ടി വന്നു. ആ സമയം അത്രയും കുടിക്കാൻ പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനം ഉണ്ടായത്. അത് മാത്രമല്ല ബിന്ദുവിനെ വിവസ്ത്രയാക്കി ദേഹപരിശോധന പോലും പോലീസ് ആ സമയത്ത് നടത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, മാഡം എന്താണ് എൻ്റെ ബിന്ദുവിൻ്റെ മാല കണ്ടില്ല, മാല തരണം. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ മാല എടുത്തിട്ടില്ല, ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നതാണ്. അപ്പോഴാണ് വേറൊരു വനിതയെ കൂട്ടി എന്നെ വേറൊരു സ്റ്റേഷനിലേക്ക് വേറെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു. ആഹാരം മാറ്റി തന്നിട്ടില്ല, വെള്ളം ഞാൻ ഒന്നും അവരോട് ചോദിച്ചിട്ടില്ല, എനിക്കൊന്നും തന്നിട്ടുമില്ല. പേടിച്ചാണ് ഞാൻ ചോദിക്കായിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും വെളിയിൽ ഇറങ്ങണം. എൻ്റെ മക്കൾ 17-15 വയസ്സുള്ള മക്കളാണ്, വീട്ടിലുണ്ട്. അവർക്ക് ആഹാരം വെച്ച് കഴിക്കാനൊന്നും അറിയത്തില്ല. ഏറ്റവും ഒടുവിൽ ബിന്ദുവിന് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുകയാണ്. ബിന്ദു ആദ്യ ദിവസം മുതൽ പറഞ്ഞ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത്. ക്രൈംബ്രാഞ്ച് ആ റിപ്പോർട്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, അതായത് പോലീസ് കെട്ടിച്ചമച്ച കഥ മാത്രമാണ് ഈ ഒരു മോഷണം എന്നുള്ള ഒരു കാര്യമാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. ആ മാല മോഷണം പോയതല്ല. ഓമന ഡാനിയേലിന് മറവി രോഗമുള്ള ഒരാളാണ്. അവർ വച്ച സ്ഥലത്ത് മാല മറന്നുപോയതാണ്. ഈ പോലീസ് പറയുന്നത് പോലെ വീടിന് സമീപത്തുള്ള ചവർക്കൂനയിൽ നിന്നല്ല മാല കിട്ടിയത്, വീട്ടിനുള്ളിൽ തന്നെയാണ് മാല ലഭിച്ചത് എന്നുള്ള ഒരു കാര്യം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.